ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു വാഹനം യൂസ് ചെയ്യുകയാണ്, നിങ്ങൾ അതിനകത്ത് എ സി യൂസ് ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ വാഹനം ഒരു എ സി വാഹനമാണ്, പക്ഷേ എ സി യൂസ് ചെയ്യാതെയാണ് ആ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സി യൂസ് ചെയ്യാതെ ഈ വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് എ സിക്ക് വരാൻ ചാൻസ് ഉണ്ടോ? കാരണം പൊതുവേ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ, അതിന് വെയർ ആൻഡ് ടയർ ഒന്നും ഉണ്ടാകത്തില്ല, എത്ര വർഷം വേണമെങ്കിലും അത് അങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് ഇപ്പം തന്നെ ഉപേക്ഷിച്ചേക്കുക. കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. കാരണം നമ്മളൊരു വാഹനത്തിൽ എ സി യൂസ് ചെയ്യാതിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും എ സി യൂസ് ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും എ സി യൂസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് പലരും. ശരിക്കും പറഞ്ഞാൽ ഒരു 90% അല്ലെങ്കിൽ ഒരു 92% ആൾക്കാരും എ സി യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ അതിലുള്ളൊരു 8% വരെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം എ സി യൂസ് ചെയ്യാത്ത ആൾക്കാർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പറയുന്നൊരു കാര്യം വലിമടുപ്പായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പറയുന്നൊരു കാര്യം മൈലേജ് കുറയും, അല്ലെങ്കിൽ മൈലേജ് കിട്ടുന്നത് കുറവായിരിക്കും എ സി ഇട്ട് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങൾ പറയുന്നത് ഒരു തെറ്റായൊരു ധാരണ തന്നെയാണ്. പിന്നെ വലിമടുപ്പിൻ്റെ കേസ്, സി സി കുറവ് അല്ലെങ്കിൽ പവർ കുറവുള്ള വാഹനങ്ങൾക്ക് ചെറിയ രീതിക്ക് ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടാവുന്നല്ലാതെ, പവർ കൂടിയ വാഹനങ്ങൾ ഏകദേശം ഒരു 1000 മേളിലോട്ട് പവറുള്ള വാഹനം, 1000 സി സിക്ക് മേളിലോട്ട് പവറുള്ള അല്ലെങ്കിൽ 1200 സി സി ഒക്കെ വരുന്ന വാഹനങ്ങൾക്കൊന്നും ഇതൊന്നും അറിയ പോലും ഇല്ല ഈ പറയുന്ന ഒരു കംപ്രസറിൻ്റെ ലോഡ് കൊടുക്കുന്നത്. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അതായത് ഞാൻ ചോദിച്ചത്, നമ്മളിത് യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ടോ? ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ വാഹനത്തിൻ്റെ എ സി കംപ്രസർ ഇരിക്കുന്നത് ഇവിടെ താഴെയാണ്. അപ്പോൾ ഈ എ സി കംപ്രസറിൻ്റെ മെയിൻ ഒരു കമ്പോണൻറ്റ് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും, ഈ ഒരു ബെൽറ്റാണ്. അതായത് ഇതൊരു ബെൽറ്റ് ഡ്രിവൺ ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ വാഹനത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഒരു നോർമൽ ഐ സി എഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്തൊരു ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്. ഈ ബെൽറ്റാണ് ഈ എ സി കംപ്രസറിനെ കറക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ, ആ ബെൽറ്റ് അവിടെ കറങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ലോഡ് വരുന്നില്ല. ഇങ്ങനെ ലോഡ് വരാതെ അത് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ഒരു ബെൽറ്റ് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരു സമയത്ത് എപ്പോഴെങ്കിലും നമ്മളിത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ലോഡും കൂടെ വന്ന് ഇത് കറങ്ങുമ്പോഴത്തേക്കും ഈ ബെൽറ്റ് പഴയതുപോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ ഹാർഡായിട്ടുണ്ടായിരിക്കും, വിള്ളൽ വീണിട്ടുണ്ടായിരിക്കും, ക്രാക്സ് ഒക്കെ വീണിട്ടുണ്ടായിരിക്കും. അങ്ങനെ ക്രാക്സ് വീണതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ട് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ എ സി കംപ്രസർ നമുക്ക് കണ്ടാൽ അറിയാം, അതിനകത്തു നിന്നുള്ള ഒരുപാട് ലൈൻസ്, അതായത് ഇപ്പം 2 ലൈൻ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്. ഇത് നേരെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ കയറി ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട്, ഇവിടെ താഴെ കണ്ടോ, ഈ ഒരു പോർഷനിൽ ജോയിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൈപ്പ് ഇങ്ങനെ കയറി കണ്ടൻസറിലോട്ട് വരുന്ന ഈ ഒരു പോർഷനിൽ ജോയിൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറേ കയറി അതിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ആ പോർഷനിലും ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ജോയിൻറ്റ്സ് വരുന്നുണ്ട്. ഈ ജോയിൻറ്റ്സിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ 2 പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു ഓറിങ് വരുന്നുണ്ട്. അതായത് ഒരു റബ്ബർ ഓറിങ്ങാണ് വരുന്നത്. ഈ റബ്ബർ ഓറിങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഇതിനകത്തൂടെ ഇതിൻ്റെ വർക്കിംഗ് ഹീറ്റാവുക കൂളാകുക, ഇതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്ന് പോവുകയാണെങ്കിൽ ഈ റബ്ബേഴ്സ് എല്ലാം ഹാർഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലേക്കൊണ്ട് ഗ്യാസ് ലീക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഇതിനകത്ത് വെയർ ആൻഡ് ടയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ എ സി കംപ്രസറിനകത്തൊരു ഓയിൽ ഉണ്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഓയിൽ ശരിക്കും സർക്കുലേറ്റ് ചെയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓയിൽ അതിനകത്ത് ഇരുന്ന് ഹാർഡായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു സമയത്ത് നമ്മൾ എ സി ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൗണ്ട്, ഇതിനകത്ത് തേയ്മാനം, അതായത് വെയർ ആൻഡ് ടയർ ഉണ്ടാവും. അബ്നോർമലായിട്ടുള്ള വെയർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ വാഹനത്തിൻ്റെ എ സി കംപ്രസറിന് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഒരു കാരണവശാലും പിന്നീട് നമുക്ക് മുമ്പിലോട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളവിടെ ലാഭമല്ല ഉണ്ടാക്കുന്നത്, ശരിക്കും ഒരു നഷ്ടമാണ് അവിടെ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൻ്റെ എ സി യൂസ് ചെയ്യാമെന്ന് തന്നെ ചെയ്യുക. ഏതൊരു കമ്പോണൻ്റാണ്, നമ്മുടെ വാഹനത്തിലുള്ള എല്ലാ കമ്പോണൻറ്റും നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അത് ഇൻക്ലൂഡിങ് എ സി ആണെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും നമ്മളത് ഇടയ്ക്കെങ്കിലും ഒരു സമയത്ത് വർക്ക് ചെയ്തിരിക്കണം. ഹീറ്റഡ് സീറ്റ് എടുക്കുന്ന ആൾക്കാരല്ലെങ്കിൽ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ സീറ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും അതൊന്നും ഓൺ ചെയ്യാതെ ഇരിക്കരുത്. ഇതൊക്കെ ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യാനുള്ളതാണ്. ഇടയ്ക്കെങ്കിലും നമ്മളിത് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പോണൻസിനെല്ലാം കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.